ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഏതു വസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നുവോ അതിൻ്റെ സ്വഭാവം ഉള്ളതായിട്ടുണ്ട്. യത് ഭാവോ തദ്ഭവതി. എന്ത് ഭാവിക്കുന്നുവോ അതായി ഭവിക്കും. അതിനാൽ ആരുമായിട്ടാണോ സംസർഗം ചെയ്യുന്നത് ആ സ്വഭാവം നമ്മുടെ മനസ്സിലും നിറയുന്നതാണ്. അതിനാൽ നമ്മുടെ മനസ്സെപ്പോഴും സത്തായിരിക്കുന്ന പരമാത്മാവിനു നേരെ തിരിച്ചു വിട്ടാൽ അന്തിമ ഫലം അനശ്വരമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മാനസാമെപ്പോഴും ആത്മനീ ചേർന്നിടിൽ മാനവാജന്മം സഫലമായി. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മാനുഷരെല്ലാരും ഒന്നുപോലെ. മാനസാമെപ്പോഴും ആത്മനീ ചേർന്നിടിൽ. മനസ്സെപ്പോഴും ആത്മചിന്തയിൽ തന്നെയാണ് മുഴുകിയിരിക്കുന്നതെങ്കിൽ അത് നാം ശീലിച്ചെടുക്കണം. അത് വെറുതെ വരുന്നതല്ല. കാരണം മനസ്സിൻ്റെ പ്രവണത എപ്പോഴും വിഷയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നതാണ്. കാരണം മനസ്സ് ത്രിഗുണാത്മകമാണ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് മനസ്സെന്നത്. അതേപോലെ തന്നെ നാം കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം ത്രിഗുണാത്മകമാണ്. അപ്പോൾ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ ഉള്ള ലോകത്തിലേക്ക് 3 ഗുണങ്ങളുള്ള മനസ്സ് എപ്പോഴും ഒഴുകും. അതാണ് അതിൻ്റെ സ്വഭാവം. ത്രിഗുണാത്മകമായ മനസ്സ് ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനെത്ര തടഞ്ഞാലും അത് നിൽക്കുകയില്ല. എന്നാൽ ആ മനസ്സിൽ നമ്മൾ തമോ ഗുണവും രജോ ഗുണവും, ആത്മാവിനെ മറക്കുന്നത് തമസ്സും, പ്രപഞ്ചം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നത് രജസും, ഇത് രണ്ടിനും അപ്പുറത്തുള്ള ആത്മാവിലേക്ക് നമ്മെ തിരിച്ചു വിടുന്നത് സത്വഗുണവുമാണ്. ആ സത്വഗുണത്തെ നാം വളർത്തിയെടുക്കണം. അതിന് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ക്ഷയിപ്പിക്കണം. അപ്പോൾ മാത്രമേ മനസ്സ് ലോക വിഷയങ്ങളിലേക്ക് ഒഴുകാതിരിക്കൂ. അതാണ് മാനസാമെപ്പോഴും ആത്മനീ ചേർന്നിടിൽ. ആത്മാവിലേക്ക് മനസ്സെപ്പോഴും ഒഴുകണമെങ്കിൽ മനസ്സിൽ സത്വഗുണം മുന്നിട്ട് നിൽക്കണം. രജസിൻ്റെയും തമസിൻ്റെയും ആധിക്യം കുറയണം. അപ്പോൾ മാത്രമേ മാനസാമെപ്പോഴും ആത്മനീ ചേർന്നിടിൽ മാനവജന്മം സഫലമായി. അപ്പോൾ മനുഷ്യജന്മം സഫലമായി തീരുന്നത് മനസ്സ് ആത്മോന്മുഖമായി തിരിയുമ്പോഴാണ്. അപ്പോഴുണ്ടാകുന്ന അനുഭവം എന്താ? മാനാപമാനങ്ങളെല്ലാം അകന്നാലോ. മാനം, അപമാനം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മാച്ചു പോകുന്നതാണ്. മാനാപമാനങ്ങളെ ഉണ്ടാക്കുന്നത് ഈ തമോ ഗുണവും രജോ ഗുണവുമാണ്. അവ ക്ഷയിച്ചാൽ തന്നെ മാനവും അപമാനവും എല്ലാം ഇല്ലാതെയാകും. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണും. എന്നാൽ രജസ്തമോ ഗുണങ്ങൾ നമ്മുടെ മനസ്സിനെ വ്യത്യസ്ത തലത്തിൽ വീക്ഷിക്കുന്നു. അവർ താഴ്ന്നവരാണ്, ഇവർ ഉയർന്നവരാണ്, അവർ നല്ലവരാണ്, ഇവർ ചീത്തയാണ്, ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, ഇതൊക്കെ ബന്ധുക്കളാണ് എന്നിത്യാദി വകതിരിവുകളെല്ലാം ഈ തമോ ഗുണവും രജോ ഗുണവുമാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഏകമായ പരമാത്മാവിൻ്റെ ചേതസ്സായിട്ടേ കാണും. അതാണ് മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എല്ലാ മനുഷ്യരും ഒരേപോലെ. എല്ലാവരെയും സമ്പന്നന്മാരാക്കുക എന്നല്ല,
എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപത്തെ കാണുക എന്നതാണ്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മൾ പഠിച്ചു വെച്ചത്, ആ മനുഷ്യരൊക്കെ ഒന്നുപോലെ എന്നത് വേറെ ഒരു തരത്തിലാണ്. എല്ലാ മനുഷ്യരെയും പാവങ്ങളെന്നും പണക്കാരെന്നും ഉള്ള ഭേദമില്ലാതെ എല്ലാവരെയും ഒരേ തലത്തിൽ, ഇവിടെ ദരിദ്രന്മാരില്ല, കഷ്ടപ്പെടുന്നവരില്ല, എല്ലാവരെയും സുഖികളാക്കി മാറ്റുന്ന ഭരണമായിരുന്നു മഹാബലിയുടേത്. എന്നാൽ ആ ഒന്നുപോലെ അല്ല ഈ ഒന്നുപോലെ. എല്ലാത്തിലും ഏകമായിരിക്കുന്ന പരമാത്മാവിനെ ദർശിക്കുമ്പോഴാണ് എല്ലാ മാനവരും ഒരേപോലെ വീക്ഷിക്കുന്നത്. ആ വീക്ഷണമാണ് നമുക്ക് വേണ്ടത്. അതാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഒരേ ചൈതന്യത്തിൻ്റെ പ്രതിഭാസങ്ങളാണ് സർവ മനുഷ്യർ മാത്രമല്ല സർവ ചരാചരങ്ങളും, സൃഷ്ടികൾ മുഴുവനും, ജഗത്ത് മുഴുവനും അപ്രകാരം ആയിട്ട് അനുഭവമാകും. മാനസാമെപ്പോഴും ആത്മനീ ചേർന്നീടിൽ മാനവ ജന്മം സഫലമായി. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഹരേ കൃഷ്ണ. ഹരേ